ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അബ്ബാസ് റഹ്മത്ത് സംവിധാനം ചെയ്ത് വിജയകുമാർ, മോനിഷ മേനോനൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് ഫൈറ്റ് ക്ലബ് എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഘടകം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. തീർച്ചയായിട്ടും നമ്മുടെ ലോകേഷ് കനകരാജിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള ജി സ്ക്വാഡ് ഈ ഒരു സിനിമ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഘടകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ആ ഒരു ജി സ്ക്വാഡിൻ്റെ ലോഗോവും കാര്യങ്ങളും ടൈറ്റിൽ കാർഡ് കാണിച്ച സംഭവമൊക്കെ സൂപ്പറായിരുന്നു. എൽസിയോട് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും കൊണ്ടൊക്കെ അതൊരു വൈബ് തന്നെയായിരുന്നു തിയേറ്ററിൽ കാണാനായിട്ട്. ഇത്രയൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ട് സിനിമ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രതീക്ഷയ്ക്കൊത്ത സിനിമ ഉയർന്നില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയനായിട്ട് പറയാനായിട്ടുള്ളത്. സോ നമുക്ക് സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. യു വാച്ചിങ് സ്റ്റീവ് സ്യൂസ്, ഇറ്റ്സ് മീ സ്റ്റെവിൻ. ക്ലബ് എന്ന് പറഞ്ഞ സിനിമ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നോർത്ത് ചെന്നൈയിലെ കടലോര പ്രദേശത്തേക്ക് ചുറ്റിപ്പറ്റിക്കൊണ്ടാണ്. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് മുമ്പായിട്ട് രണ്ട് സിനിമകളെ പറ്റി പറയപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലോട്ടിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. സിനിമ ഞാൻ തുടക്കത്തിൽ കണ്ടപ്പോൾ പല സീനുകളും കാര്യങ്ങളും ഈ ഒരു സിനിമയുടെ വളരെയധികം സാമ്യം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നി. ഈവൺ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സീനിന് ശേഷം വരുന്ന പാട്ടാണെന്നുണ്ടെങ്കിലും കണ്ടപ്പോൾ ഇത് അങ്കമാലീസ് ഡയറീസ് അല്ലേ, അല്ലെങ്കിൽ ഇത് ഈ സിനിമ അതിലൂടെ തന്നെയാണോ പോകുന്നതെന്നൊക്കെ തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമ അങ്ങോട്ട് മാറി, ഒരു വടച്ചെന്നൈ മോഡിലായി സിനിമ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ രണ്ട് സിനിമയായിട്ടും വളരെയധികം സാമ്യം തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് ഫൈറ്റ് ക്ലബ്ബ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നോർമലി ഞാൻ സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ തുടക്കത്തിൽ പറയാനുള്ള ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് പ്രകടനങ്ങളെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ആദ്യമേ പറയാൻ തോന്നുന്ന സിനിമയുടെ ടെക്നിക്കൽ സൈഡാണ്. ലിയോൺ ബ്രിട്ടോന്റെ സിനിമോട്ടോഗ്രാഫി, കൃപാകരൻ്റെ എഡിറ്റിംഗ്, ഗോവിന്ദ് വസന്തയുടെ ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, ഈ മൂന്നും എടുത്തു പറയേണ്ട ഘടകം തന്നെയാണ്. കാരണം ഒരു സിനിമയെ പരിധിവരെ പിടിച്ചു നിർത്തിയിൽ ഒരു ഘടകമാണെന്നുള്ളത് പറയാതിരിക്കാനായിട്ട് വയ്യ. ഗംഭീര ഷോർട്സ്, ഓൾസോ ഗംഭീരമായിട്ടുള്ള കളർ ഗ്രേഡിങ്, എഡിറ്റിങ്ങിൻ്റെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ശരിക്കും കാണുന്നത് ആക്ഷൻ സീക്വൻസിലും എസ്പെഷ്യലി ക്ലൈമാക്സ് സീക്വൻസിലൊക്കെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പല സീൻസും ഒരു പരിധി വരെ ലിഫ്റ്റ് ചെയ്യുന്നതിൽ ഗോവിന്ദ് വസന്തയുടെ ഗംഭീരമായിട്ടുള്ള മ്യൂസിക് കൊണ്ടും സിനിമ ഉയർന്നു വന്നിട്ടുണ്ടെന്നാണ് പറയാനായിട്ടുള്ളത്. എന്നാൽ സിനിമയെ പ്രധാനമായിട്ടും പിന്നോട്ട് വലിച്ച ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സ്ക്രീൻ പ്ലേ തന്നെയാണ്. വളരെ വീക്കായിട്ടുള്ള സ്ക്രീൻ പ്ലേ. ഒരു തരത്തിൽ നമുക്കൊരു വാവ് ഫാക്ടർ ഒന്നും തന്നെ സിനിമയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. സിനിമ കണ്ട് കഴിയുമ്പോൾ ഏതൊരു സീൻ നമ്മുടെ ഓർമ്മയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അതിലത്തെ ഓരോ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും തീരെ ഡെപ്ത് ഇല്ലാത്ത, ഒരു തരത്തിലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാത്ത ക്യാരക്ടേഴ്സായിട്ടാണ് എല്ലാ ക്യാരക്ടേഴ്സ് അനുഭവപ്പെട്ടത്. മെയിൻ ക്യാരക്ടറിനെ, ഹീറോനെ തന്നെ വലിയൊരു ഇൻട്രോ ഒക്കെ കൊടുത്ത് വലിയൊരു സ്റ്റാറിനെ പോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടറിനെയും ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത പോലെ, പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യാത്ത പോലൊക്കെ തോന്നി. ക്യാരക്ടേഴ്സിൽ കുറച്ചും കൂടി ഒക്കെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി കണക്ട് ആയെന്നുള്ളതാണ് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സിനിമയിൽ ഒരു ലവ് ട്രാക്ക് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോലും അവസാനം എത്തിയപ്പോൾ അതിനൊരു ഉത്തരമില്ലാത്ത പോലെ എന്ത് സംഭവിച്ചു എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ള രീതിയിലാണ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ പേര് ഫൈറ്റ് ക്ലബ്ബ് ആണെന്നുണ്ടെങ്കിൽ പോലും സിനിമയിലൂടെ വരുന്ന ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളും ഒരു പക്ഷേ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമാവുന്ന തരത്തിലല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ റോ ആയിട്ടുള്ള, റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആക്ഷൻസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും ഒരു ഇടി നടക്കുന്ന സ്ഥലത്ത് നമ്മൾ കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമ്മളിതിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല സിനിമ തരുന്നുണ്ടായിരിക്കുക. കാരണം ഗംഭീരമായിട്ടൊരു സ്ലോ മോഷൻ കൊണ്ട്, ഗംഭീരമായിട്ടുള്ള ഷോട്ട്സ് കൊണ്ടോ, ആംഗിൾ കൊണ്ടോ, ഡീറ്റെയിലിംഗ് കൊണ്ടോ ഒന്നും തന്നെ സിനിമ നമ്മളെ ഒരു തരത്തിലും അട്രാക്ട് ചെയ്യില്ല. ഒരു നോർമലായിട്ടുള്ള ഫൈറ്റ് നമ്മൾ എങ്ങനെ കാണുന്നു അത് അതേ രീതിയിൽ തന്നെ കാണിച്ചിരിക്കുന്നതാണ് സിനിമയിലൂടെ പ്രധാനമായിട്ടും ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്തരം ഫൈറ്റുകൾ കാര്യങ്ങൾ അത്രയധികം ഇഷ്ടമുള്ള ഒരാൾ, എനിക്ക് കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ട് കുറച്ച് സിനിമാറ്റിക് മോഡിൽ കാണിക്കുമ്പോഴാണ് എനിക്ക് പേഴ്സണലി താല്പര്യം. അത്തരം ഫൈറ്റുകൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ് അതിൻ്റെ തനിമയോട് കൂടി കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു നോക്കാമെന്നുള്ളതാണ് പേഴ്സണലായിട്ട് ഒപ്പീനിയൻ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല, ഒരു തരത്തിലും എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഫൈറ്റിൻ്റെ കാര്യത്തിൽ ടെക്നിക്കൽ സൈഡ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് എഫർട്ട് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേര് നമുക്ക് സിനിമ ഒരു ഗംഭീരമാണെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. സോ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ആക്ഷനുകളും കാര്യങ്ങളും കുറച്ച് ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് സിനിമ അനുഭവപ്പെട്ടത്. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടൊരു മൂവി എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.